ഹലോ, നമ്മുടെ പാത്തുക്കുട്ടിയെ രാധയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെയാണ് ഈ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിക്കണ്ണനായിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കുഞ്ഞി രാധയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചുറ്റിക്കറങ്ങുന്നതൊക്കെ വേറെ ഒന്നുമല്ല, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അല്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈനിലൊക്കെ നിന്ന് നമ്മൾ ഒരുവിധം സ്പേസൊക്കെ പിടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആ പാത്തുക്കുട്ടിയെ മാനേജ് ചെയ്യുന്നത് ഫുൾ അമ്മയാണ്. കാരണം ഞാൻ പവിയുടെ കൂടെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ചെണ്ടമേളം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഫീലാണല്ലോ അല്ലേ. ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കുഞ്ഞ് അമ്പലമാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ നടക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടികളെയൊക്കെ അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി വെണ്ണയൂട്ടൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പാത്തുക്കുട്ടിയുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ വെണ്ണയിടൽ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പാത്തുക്കുട്ടി അല്പം സൈലൻ്റായി. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ സംഭവം അവിടെ സ്വീറ്റ്സ് കൊടുക്കലാണ്. അപ്പോൾ ആ അമ്പലത്തിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നത് സ്വീറ്റ്സാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് പുറത്തിറങ്ങി കുട്ടികളുടെ കൂടെ കളിക്കണം, അവിടുത്തെ ബാക്കി കാഴ്ചകൾ കാണണം, ഓടി നടക്കണം, അതൊക്കെയായിരുന്നു മൈൻഡിൽ. അപ്പോൾ അത് കിട്ടാതെ വന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയി പോയത്. അങ്ങനെ ഔട്ട്സൈഡൊക്കെ ഇറങ്ങി ഒന്ന് കളിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഉറിയടി മത്സരമായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഉറിയടി നമ്മുടെ പാത്തുക്കുട്ടിയായിരുന്നു ഉറിയടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഔട്ട്സൈഡ് അത്യാവശ്യം കുറച്ച് വലിയ കുട്ടികളുടെ ഉറിയടി മത്സരമായിരുന്നു. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉറിയൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിനുള്ളിൽ ആ വെണ്ണയൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുട്ടികൾ ഉറിയടിക്കുന്നു, പാട്ട് പാടുന്നു, ഭയങ്കര രസമായിട്ട് നല്ല രീതിക്ക് ഡാൻസ് കളിക്കുന്നു. പിന്നെന്താ, അന്നദാനം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അന്നദാനം കഴിക്കുന്നു. അങ്ങനെ ഏകദേശം ഉച്ചയോട് കൂടി എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ളൊരു ധൃതിയിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പാത്തുക്കുട്ടിയൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അവിടെ ഓരോ കുട്ടികളെ പരിചയപ്പെടുക, പിന്നെ ബാക്കിയുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക, അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പാത്തുക്കുട്ടിയുടെ പുതിയൊരു ഫ്രണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ പപ്പ വന്നിട്ടുണ്ടായിരുന്നത്. പപ്പ വന്നപ്പോഴത്തേക്കും നമുക്ക് പിന്നെ പോയില്ലേ പറ്റുള്ളൂ, കാരണം പപ്പയ്ക്ക് വർക്കുണ്ട്. അങ്ങനെ ഞാനും പവിയും പാത്തുവും അമ്മയും അനിയനും നമ്മുടെ മേമയും എല്ലാവരും കൂടിയായിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അടുത്ത